വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറീൻ്റെ റെസിപ്പിയാണ്. തക്കാളി ഉള്ളി ഒന്നും വാട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അങ്ങനെയാകുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ സൈസിലുള്ള അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളിയും അതുപോലെ ഒരു 2-3 കുടംപുളി ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അയില മീൻ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുന്നത്. അയില ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ നല്ലവണ്ണം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചട്ടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പോ മുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ഒരു നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു കളറിലുള്ള മീൻ കറിയാണിത്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. കുറച്ചും കൂടി കറി ലൂസാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും ചെയ്യും കേട്ടോ. ഇത് ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.